വാട്സപ്പിന്റെ മുതലാളി സുക്കർ കാക്കാനെ കൊണ്ട് തോറ്റിട്ട് എന്തൊക്കെ സംഭവങ്ങളാ കൊണ്ട് തരുന്നത്. വാട്സപ്പ് ഉപയോഗിക്കാത്തവര് നമ്മളിൽ ആരുമില്ല. ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെ ചാറ്റ് ചെയ്യുന്നവരെ ഇഷ്ടം പോലെ സ്റ്റിക്കറുകൾ ഉപയോഗിക്കും. വാട്സപ്പിൽ ഡിഫാൾട്ടായിട്ട് ഒരുപാട് സ്റ്റിക്കറുകൾ ഉണ്ട്. അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് എടുത്ത് ഉപയോഗിക്കാം. എന്നാൽ ചില സമയത്ത് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റിക്കർ വേണമെന്ന് തോന്നും. അതിന് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ സ്വന്തം സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ സുക്കർക്കൊക്കെ പറയുന്നത് നിങ്ങൾ പുറത്ത് എവിടെയും പോകണ്ട, ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും വേണ്ട, വാട്സപ്പിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ വെച്ച് ഇഷ്ടമുള്ള കോലത്തിൽ ഇഷ്ടമുള്ളതൊക്കെ എഴുതിയിട്ട് സ്റ്റിക്കർ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാമെന്ന്. എന്താ ചെയ്യുക? അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? അതെങ്ങനെയുള്ള ആ ഫീച്ചർ അതൊന്ന് നോക്കുക. നമ്മൾ ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എവിടെയുള്ള എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. വാട്സപ്പ് തുറന്നിട്ട് ഏതെങ്കിലും ഒരു ചാറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഞാൻ ചാറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് മെസ്സേജ് എന്നുള്ളതിൻ്റെ അടുത്ത് ഒരു ഇമോജിൻ്റെ ഐക്കണല്ലേ, അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സാധാരണ ഡിഫോൾട്ട് സ്റ്റിക്കറിലേക്ക് പോവാം. ഇതാ ഇവിടെ സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇമോജി, ജിഫ്, പിന്നെ അതിൻ്റെ ഇങ്ങോട്ട് വേറൊരു സാധനം ഉണ്ട്, അതിൻ്റെ ഇങ്ങോട്ട് സ്റ്റിക്കർ. ഈ സ്റ്റിക്കറിലേക്ക് പോവുക. സ്റ്റിക്കറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഒരു സാധനം വന്ന് കാണാം. ക്രിയേറ്റ് പച്ച ബട്ടൺ കാണുന്നുണ്ടോ? അത് ക്ലിക്ക് ചെയ്താൽ രണ്ട് രീതിയിൽ നമുക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാമെന്ന് സുക്കർക്കൊക്കെ പറയുന്നത്. അതായത് നമ്മളെ ഗ്യാലറിയിലുള്ള ഇഷ്ടമുള്ളൊരു ഫോട്ടോ വെച്ചിട്ട് അതുകൊണ്ടൊരു സ്റ്റിക്കർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ജനറേറ്റ് വിത്ത് AI. രണ്ടും എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ആദ്യം യൂസ് എ ഫോട്ടോ ഉപയോഗിച്ചിട്ട് ഗ്യാലറിയിൽ നിന്നൊരു ഫോട്ടോ എടുക്കട്ടെ. ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുക. അവിടെ മക്കളെ ഫോട്ടോ ആയിക്കോട്ടെ. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവായി ഒരു സ്റ്റിക്കറായിട്ട് അത് വന്ന്. ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്തൊക്കെ വേണ്ടേ? ഇനി എന്തെങ്കിലും ഇമോജിയൊക്കെ കൊടുത്ത് ഒന്ന് മൊഞ്ചാക്കണ്ടേ? മേലെ 2 ഐക്കൺ ഉണ്ട്. ഈ ഒന്നാമത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള സംഭവം നമുക്ക് ഇതിൽ കൂട്ടിച്ചേർക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതിന് ഒരു വട്ടായിക്കോട്ടെ, ഒരു സർക്കിൾ, വട്ടക്കണ്ണി. ഞങ്ങളുടെ നാട്ടിൽ വട്ടക്കണ്ണി എന്നാ അറിയാം. ഞങ്ങളുടെ നാട്ടിൽ എന്താ അറിയുക ഇതിന്? അപ്പോൾ ഒരു വട്ടക്കണ്ണി ഞാൻ അവിടെ കൂട്ടിച്ചേർത്ത്. എന്നിട്ട് അതിന് ഡണ്ണ് കൊടുക്കണം കേട്ടോ, എന്നാലും അതാടാവും. അതിന് ശേഷം നമുക്ക് ഇതിൽ എന്തെങ്കിലും ഒന്ന് എഴുതണ്ടേ? ടെസ്റ്റിൻ്റെ ടീന്നുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്താ വേണ്ടിയെന്ന് വെച്ചാൽ ഇവിടെ എഴുതാം. ഞാൻ എന്തെങ്കിലും ഒന്ന് എഴുതട്ടെ. അപ്പം ഞാൻ അതങ്ങനെ അവിടെ എഴുതി. ഈ എഴുതിയതിൻ്റെ കളറും ഫോണ്ടും ഒക്കെ നമുക്ക് മാറ്റട്ടോ. ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റാം. അതുപോലെ ഫോണ്ട് മാറ്റി അവിടെ ഫോണ്ടിൻ്റെ ഐക്കണ്ട്, അവിടെ നമുക്ക് ഫോണ്ടും മാറ്റാം. പക്ഷേ മലയാളത്തിലധികം ഫോണ്ട് കിട്ടുകയില്ല കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക? അതിനൊന്ന് വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ വേണ്ടേ? കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണേൽ ചെയ്തിട്ട് ഇഷ്ടമുള്ള ഭാഗത്തായി കൊണ്ടാക്കുക. എല്ലാം നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. സ്റ്റിക്കറായി. ഇനി ഇവിടെ സെൻഡ് ചെയ്ത് കൊടുക്കുക. സെൻഡ് ചെയ്താൽ നമ്മൾ ഏത് ചാറ്റിലേക്കാണോ ക്രിയേറ്റ് ചെയ്ത് ആ ചാറ്റിലേക്ക് അത് സെൻഡ് ആവും. തിരിഞ്ഞിക്കോ. ഇവിടുന്ന് നമുക്കിത് ഏടത്തേക്ക് വേണമെങ്കിലും ഫോർവേഡ് ചെയ്യാം. ഏത് ചാറ്റിലേക്കും ഗ്രൂപ്പിലേക്കൊക്കെ ഇവിടുന്ന് നമുക്ക് എടുത്തിട്ട് ഫോർവേഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അടിപൊളി. ഇനി AI ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജനറേറ്റ് വിത്ത് AI എന്നുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എന്ത് വെച്ചിട്ടാണോ നമുക്ക് എന്ത് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റിക്കറാണോ വേണ്ടി അതവിടെ എഴുതി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കാറ്റ് വിത്ത് ബോൾ എഴുതി. കാറ്റ് വിത്ത് ബോൾ എഴുതി. അത് എഴുതി ഒന്ന് ജനറേറ്റ് ആകുന്ന ചെറിയൊരു ടൈം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എഴുതിയതിനനുസരിച്ചുള്ള പൂച്ചയും ബോളുള്ള ആ സംഭവം വന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് സെൻഡായി. സംഭവം പൊളിയല്ലേ? അപ്പം വാട്സപ്പിൽ സ്വന്തമായിട്ട് സ്റ്റിക്കർ ഉണ്ടാക്കാനാവും എന്നുള്ള ഒരു ഓപ്ഷൻ വന്നത് കാര്യം അറിയുകയും ചെയ്ത് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പഠിക്കുകയും ചെയ്ത് അല്ലേ? സമ്മതിക്കണം കേട്ടോ എന്നെ സുക്കർക്കാക്കാൻ. ഏതായാലും സംഭവം നിങ്ങൾക്ക് കിട്ടിക്കൊന്ന് ചെക്ക് ചെയ്യുക. കിട്ടിയില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ഇല്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റിൽ നിങ്ങൾക്കും കിട്ടിക്കോളും. എല്ലാവർക്കും ഇതെന്തായാലും കിട്ടും. ചിലപ്പം കിട്ടിയാൽ നിങ്ങൾക്ക് അടുത്ത അപ്ഡേറ്റിൽ അതിൻ്റെ അടുത്ത അപ്ഡേറ്റ് ആയിക്കോളും. ഏതായാലും ബീറ്റാ വെർഷനിലുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പം വന്നിട്ടുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മാപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.